സംസാരിക്കുന്നതിനായി നമ്മുടെ പ്രിയങ്കരിയായ ലതിര ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയ രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, PTA, MPTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. അഴക് 2026 എന്ന് നാമകരണം ചെയ്ത ഈ ഒരു ആഘോഷത്തിൻ്റെ നിറവിൽ എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണെന്നറിയാം. ഇതിന് വേദിയൊരുക്കിയ ബഹുമാനപ്പെട്ട HM, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, PTA മെമ്പേഴ്സ്, എല്ലാവരോടും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. 2004 ഞാനിവിടെ ജോയിൻ ചെയ്യുന്നത്. 2004 മുതൽ 2026 വരെ ഒരേ ഒരു സ്കൂളിൽ, ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൽ എനിക്ക് സേവനമനുഷ്ഠിക്കാൻ സാധിച്ചു എന്നതിലുള്ള ഒരു ചാരിതാർത്ഥ്യം കൂടി ഞാനിവിടെ അറിയിക്കുകയാണ്. വളരെയധികം സന്തോഷത്തോടെ ഒരുപാട് മക്കളെ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് അവരിൽ ഒരുപാട് പേര് ഒരുപാട് ജോലികളിൽ ഇന്നും എൻ്റെ മക്കളവിടെ എത്തിയിട്ടുണ്ട്. വളരെയധികം സന്തോഷം. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ എൻ്റെ കുട്ടികളോടൊപ്പം ഒരു പരിധിവരെ എനിക്കും മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. മാറി വരുന്ന HMമാരോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ സപ്പോർട്ടും എനിക്ക് ഒരുപാട് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്കൂളിൽ നിന്ന് തന്നെ വേറൊരു സ്കൂള് പോകാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. എൻ്റെ വീട് കുറാഞ്ചേരിയിലാണ്. എൻ്റെ ഉമ്മ പഠിച്ച സ്കൂളാണത്. ഞാൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നാട്ടികയിൽ നിന്നാണ്. യാത്ര ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഇവിടുത്തെ മക്കൾ, ഇവിടുത്തെ സഹപ്രവർത്തകർ എല്ലാവരും എന്നെ ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതിലുപരി ജഗദീശ്വരൻ. ഈ വിദ്യാലയത്തിൽ ഞാൻ ചെലവഴിച്ച ഓരോ നിമിഷവും എനിക്ക് വളരെ സന്തോഷമുള്ള മുതൽക്കൂട്ടുകൾ തന്നെയാണ്. എൻ്റെ കുട്ടികളുടെ സ്നേഹം ആവോളം നേടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്, അവർക്കത് നൽകാനും. പിന്നെ വഴക്കം ഗൗരവവും അവരുടെ നന്മകൾ, അവർക്ക് നന്മ മാത്രം നടന്നുകൊണ്ടാണ്. എനിക്കെൻ്റെ മക്കളോട് പറയാനുള്ളത്, അറിവുണ്ടായിട്ടും തിരിച്ചറിയാതെ പോകുന്നത് ഒരു വലിയ പരാജയം തന്നെയാണ്. അതുകൊണ്ട് ജീവിതമാകുന്ന പരീക്ഷയിൽ വിജയിച്ചു മുന്നേറാൻ എൻ്റെ കുട്ടികൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്നോടൊപ്പം ഇതുവരയ്ക്കും എന്നോട് സഹകരിച്ച എൻ്റെ സഹപ്രവർത്തകരോടും അതുപോലെ തന്നെ HMനോടുള്ള നന്ദിയും PTA മെമ്പേഴ്സിനോടുള്ള നന്ദിയും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.